ദേശത്തില് മൈക്ക് ശ്രദ്ധിക്കാതെ വീട്ടിലുള്ള അപശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് മ്യൂട്ടാൾ കൊടുത്തിരിക്കുന്നത്. മ്യൂട്ടാൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആർക്കും സംസാരിക്കാൻ പാടില്ല എന്നൊന്നല്ല ഇവിടെ. നമ്മുടെ പതിവ് പോലെ തന്നെ എപ്പോ വേണേലും ആർക്ക് വേണേലും മൈക്ക് ഓൺ ആക്കാം, സംസാരിക്കാം. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ സംസാരം കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവാതെ എപ്പോഴും നോക്കേണ്ടതുണ്ട്. അപ്പോ നമ്മളൊരു പുതിയൊരു തുടക്കം പ്ലാൻ ചെയ്യാണ്. പക്ഷെ തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10-90 വയസ്സായ നമുക്ക് ഇനി എന്തോന്ന് പുതിയൊരു തുടക്കം. അപ്പോ ഇനി തുടങ്ങാനും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ ആണെങ്കിൽ അതൊന്നും നടക്കില്ല ഇവിടെ. എത്ര 90 വയസ്സായാലും ശരി, ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്കൊരു കരിയർ ആക്കി മാറ്റാനും വരുമാനമാക്കി മാറ്റാനും ഇപ്പോ ഉള്ള നമ്മളെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നാണ് ഇനിയുള്ള സെഷൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്ര ദിവസത്തെ ക്ലാസ് ആണെന്നുണ്ട് എനിക്കറിയില്ല. ഇത് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സിലബസ് അവസാനിക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ എന്താ പറയുന്നത്, ഒരു പുതിയ ഒരു സിലബസ് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സിലബസ് ഒക്കെ പഴയ തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയുള്ള എക്സ്ട്രാ സെഷനും കൂടെ ഇതിനകത്തുണ്ട്. സാധാരണ നമ്മുടെ 7:30 മുതൽ 9:00 വരെയുള്ള ക്ലാസ്സിൽ നിന്നും പതിവിന് വിഭിന്നമായി. അപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ സ്ഥിരമായിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ടാവും. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ സാറേ ക്യാമറ ഒന്ന് ചോദിച്ചോട്ടെ സാറേ. ജസ്റ്റ് സാറേ ഇത് നമ്മുടെ ആപ്പില് ഇതിന്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമോ സാറേ? എല്ലാ വൈകുന്നേരത്തെ ക്ലാസ്സുകളും ആപ്പിൽ അപ്ലോഡ് ഓക്കെ, ചെയ്യും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്, ആ ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ പതിവിന് വിപരീതമായി ഞാനും ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എത്രയോ കാലങ്ങളായി നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ടോപ്പിക്കിന്, സംസാരങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ക്യാമറ അധികം ഓൺ ആക്കിയിട്ട് ഇരിക്കാറില്ല. തീർച്ചയായിട്ടും മാറ്റം എന്നിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ക്യാമറയ്ക്ക് ഓൺ ആക്കിയിട്ട് കുട്ടപ്പനായിട്ട് വന്നിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ഇന്നത്തെ സെഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിലബസ് നാളെ മുതൽ സിലബസ് ആരംഭിക്കും. സിലബസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ 2 ആഴ്ച എടുക്കാം, ചിലപ്പോ അതിൽ കൂടുതൽ 3-4 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം എടുത്തു എന്ന് വരാം. എത്ര ദിവസം എടുത്താലും ശരി, അതിനോടൊപ്പം അത്രയും ദിവസങ്ങൾ തന്നെ നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് കഴിയും. അതായത് സിലബസ് മാത്രമല്ല, ഇപ്പൊ ഉള്ള നമ്മളുടെ റിസൾട്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള, അല്ലെങ്കിൽ വീണ്ടും പറയുന്നു, മൈക്ക് ആവശ്യക്കാർക്ക് എപ്പോ വേണേലും ഓണാക്കാം, സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ശബ്ദം കേൾപ്പിക്കാനാവരുത് മൈക്ക് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. എല്ലാവരും സ്വന്തം മൈക്കുകൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്നും വഴക്കുണ്ടാക്കുന്നത് മൊബൈലിന്റെ സൗണ്ടിന്റെ പേരിലാണ്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന്റെ പേരിലാണ്. ബാക്കിയെല്ലാം അച്ചടക്കമുള്ള കുഞ്ഞാടുകളാണ്. അതില് ഞാൻ ഒന്നുകൂടെ മ്യൂട്ടാൾ കൊടുക്കുകയാണ്. അപ്പോ എപ്പോ വേണേലും ആർക്ക് വേണേലും മൈക്ക് ഓൺ ആക്കാം, സംസാരിക്കാം. അതിനൊന്നും ഒരു തടസ്സവും നമ്മുടെ ക്ലാസ്സിൽ അന്നും ഇന്നും സാറേ ഒരു സംശയം, എല്ലാ ബാച്ചിനും കിട്ടുമോ ക്ലാസ് ഫുള്ള്? നമ്മൾ 108 ബാച്ചാണ്, നമുക്ക് ടൈം ഉണ്ടോ സാറേ? പുതിയ സിലബസ് പറഞ്ഞപ്പോഴേ പണിഷ്മെന്റ് ഉണ്ടാവും. അത് കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ട്. കാരണം ഇന്നലത്തെ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? എല്ലാ ആഴ്ചയിലും ബാച്ചുകൾ അവസാനിക്കുന്നതാണ് സാധാരണഗതിയിൽ. എല്ലാ ആഴ്ചയിലും ഓരോ ബാച്ചുകൾ തുടങ്ങുന്നത് പോലെ തന്നെ 3 മാസത്തെ സർവീസ് കഴിയുമ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ ബാച്ചുകൾ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇന്നലെ നമ്മൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സിലബസ്, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സ്പെഷ്യൽ കോഴ്സ് അവസാനിക്കുന്നത് വരെ ഒരാളുടെ സിലബസും അവസാനിക്കുന്നതല്ല എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരു വിലയില്ലാതെ ആയിപ്പോയല്ലേ? അല്ല സാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എന്റെ ലാപ്പ് കംപ്ലൈന്റ് ആയി സാറേ. ഞാൻ ഇന്നലെ ക്ലാസ് പകുതി വെച്ച് കട്ടായി പോയി. അതൊക്കെ തന്നെയാ പറഞ്ഞത്. ആപ്പ് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ആപ്പിനകത്തുനിന്ന്, നമ്മുടെ മൊബൈലിനകത്ത് ആപ്പിനകത്ത് വീഡിയോ ഒക്കെ കണ്ടുകൂടായിരുന്നോ? നോക്കായിരുന്നു സാറേ, ഞാൻ തിരക്കിലായി പോയി. രാവിലെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീട്ടില് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ വീക്കിലും ബാച്ച് തുടങ്ങുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ എല്ലാ വീക്കിലും ബാച്ച് അവസാനിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിലബസ് അവസാനിക്കുന്നത് വരെ, അതാണ് കുറച്ചും കൂടെ പറഞ്ഞത്. എത്ര ദിവസം എടുക്കുന്നതെന്നോ എനിക്കറിയില്ല. ചിലപ്പോൾ രണ്ടാഴ്ച എടുക്കാം, ചിലപ്പോൾ 3 ആഴ്ച എടുക്കാം, ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ അതിലും കൂടുതൽ എടുത്തേക്കാം. എത്ര ദിവസം എടുത്തോ അത്രയും ദിവസം ഒരാളുടെ ബാച്ചും അവസാനിപ്പിക്കുന്നതല്ല. അത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. ഒരാളുടെ ബാച്ചും
ഈ സിലബസ് അവസാനിക്കുന്നത് വരെ. സിലബസ് മാത്രമല്ല, നമ്മുടെ ആ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ. നമുക്കറിയാം ഇന്നത്തെ നമ്മളെ കൊണ്ട് ഇന്നുള്ളതിനേക്കാൾ ഒരു പരിധി വരെയുള്ള മെച്ചപ്പെടലുകളെ സാധിക്കുള്ളൂ. വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇന്നത്തെ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതായത് ഇപ്പൊ ഞാനൊരു എന്താ പറയുന്നത്, നല്ലൊരു നേട്ടം ഉണ്ടാക്കുന്ന ഒരാളാണ്. എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു മാസം ഒരു 50,000 രൂപ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 75,000 1 ലക്ഷം രൂപയൊക്കെ മാസമാക്കി മാറ്റാൻ ഇന്നത്തെ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷേ 50,000 രൂപയിൽ നിന്നും 2 ലക്ഷത്തിലേക്കും 5 ലക്ഷത്തിലേക്കും 10 ലക്ഷത്തിലേക്കും എന്റെ വരുമാനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. അതിന് തീർച്ചയായിട്ടും ഞാൻ മാറിയേ പറ്റുള്ളൂ. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സെഷൻസും നമ്മുടെ ഈ ഈവനിങ് ക്ലാസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ സാധാരണഗതിയിലുള്ള ക്ലാസ് 7:30 മുതൽ 9:30 വരെയാണ് ക്ലാസ്. പക്ഷെ ഇനി ഈ ഒരു സെഷൻ അവസാനിക്കുന്നത് വരെ ക്ലാസ് എപ്പോ അവസാനിക്കുന്നു പറയാൻ പറ്റില്ല. എങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന 2 മണിക്കൂർ എന്നുള്ള 2.5 മണിക്കൂർ വരെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് 7:30 മുതൽ ചിലപ്പോൾ 10:30 വരെ ഉണ്ടായിരിക്കാം. എന്നാൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടും അവസാനിച്ചു എന്ന് പറയാം. അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എത്ര സമയം വരെ ഉണ്ടാവും. ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ, 7:30 എന്നുള്ള സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. എപ്പോ അവസാനിക്കുന്നു പറയാൻ പറ്റില്ല. നമ്മുടെ പൊതുവെയുള്ള എല്ലാ ക്ലാസ്സുകളും ശരാശരി 2 മണിക്കൂറോളം തന്നെ നിൽക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് 2.5 മണിക്കൂർ ശരാശരിയാണ് പ്ലാൻ ചെയ്യുന്നത്. ചില സമയത്ത് അതിനേക്കാൾ നേരത്തെ അവസാനിച്ചു എന്ന് വരും. അതോടൊപ്പം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആരെങ്കിലും ശ്രമിച്ച് പിൻവാങ്ങേണ്ടി വന്ന ഒരവസ്ഥ ഇനി ഉണ്ടാവരുത്. നമുക്ക് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൊരു സംശയമുള്ള. അതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിന് വേണ്ട കഴിവുകൾ എങ്ങനെ ആർജിക്കണം, അതിന് വേണ്ട മാറ്റം എങ്ങനെ സംഭവിപ്പിക്കണം എന്നൊക്കെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു സെഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ തന്നെയാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കുന്നത്. ഇന്ന് ക്ലാസ് അല്ല പ്രധാനമായിട്ടും പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടല്ല എങ്കിൽ നമ്മളുടെ സൗകര്യത്തിന് വഴുതി മാറുന്ന ഒരു ശൈലിയാണ് പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്നത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വഴുതി മാറുന്ന ശൈലിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതില് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിനായിട്ട് തുനിഞ്ഞിറങ്ങിയാണ് അത് നേടിയിട്ടേ പിന്മാറാവൂ എന്ന് ആദ്യം തീരുമാനിച്ചുറപ്പിക്കണം. ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ നേടിയിട്ടേ ഞാൻ പിന്മാറൂ എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിക്കണം. അതിന്റെ ആദ്യ ഘട്ടമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ പിന്നിലുള്ളത്. അപ്പോ ആ ഒരു ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുമെന്നും പരിശ്രമിക്കുമെന്നും എന്നുള്ള ഉറച്ച മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഒരു കാര്യം കൂടെ അതിനോടൊപ്പം പറയുന്നു, എക്സ്ക്യൂസുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥാനമില്ല. നമുക്ക് ഒരുപാട് നമ്മളുടേതെന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം അതിൽ മിക്കതും എക്സ്ക്യൂസുകളാണ്. നമ്മൾക്കത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ ലൈഫിൽ വലുതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് വലുതായ കാര്യം തന്നെയാണ്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ എക്സ്ക്യൂസുകൾ ഇവിടെ തടസ്സമായി മാറരുത്. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം, എല്ലാ ക്ലാസ്സുകളും, ഈവനിങ് ക്ലാസ്സുകളെല്ലാം തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അത് നമ്മുടെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് മലയാളം എന്ന് പറയുന്ന ആപ്പിനകത്ത് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് പിറ്റേ ദിവസം രാവിലെയെങ്കിലും കാണാൻ ശ്രമിക്കണം. കാരണം പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും അത് റിമൂവ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് തിരക്കാണെന്ന് കരുതി അത് കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നഷ്ടം മറ്റാർക്കുമല്ല, നമുക്ക് മാത്രമാണ്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മാറ്റത്തിനായിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മാറ്റത്തിനായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന്, വേണ്ട രീതിയിലുള്ള ഗൈഡൻസുകൾ തന്ന്, വേണ്ട സപ്പോർട്ടുകൾ തന്ന് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ബാക്കി നേടിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണെന്നുള്ള ഉറച്ച മനസ്സോടുകൂടി ഞാൻ പിന്മാറില്ല എന്നും നേടിയെടുത്തേ തീരൂ എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി
മുന്നോട്ട് പോവുക. ഒരു സംശയം വേണ്ട, നമുക്കിവിടെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റില്ല, നമ്മുടെ ശൈലികളിൽ നിന്നും നമ്മുടെ പെരുമാറ്റ രീതികളിൽ നിന്നും നമ്മുടെ സമീപനത്തിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വരുമാനവും സമ്പത്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിനെ നമുക്ക് ഇനി അങ്ങോട്ട് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. റെഡിയാണോ? റെഡി? യെസ് സാർ, റെഡിയാണ്. റെഡിയാണ് സാർ. റെഡിയാണ് സാർ. റെഡിയാണ് സാർ. ഇതിവിടെ കേട്ടാ പോരാ. റെഡി സാർ. ഇതിവിടെ കേട്ടാ പോരാ. അടുത്ത ദിവസം മുതലുള്ള നമ്മളുടെ ഓരോ ദിവസത്തെ റെഡിയാണ് സാർ. ഇതൊക്കെ പേര് എഴുതി വെച്ചോളാം കേട്ടോ, 2 പ്രാവശ്യം റെഡിയാണെന്നൊക്കെ. അടുത്ത ദിവസം മുതൽ നമ്മുടെ മാറ്റങ്ങൾ വരുമ്പോഴേക്കും അയ്യോ എനിക്ക് പറ്റിയില്ല, ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു, എനിക്ക് പറ്റിയില്ല, സാഹചര്യം ഇല്ലായിരുന്നു, സമയമില്ലായിരുന്നു, ഇതൊന്നും കേൾക്കരുത്. കാരണം നമ്മള് ആരംഭശൂരത മാത്രം പോരാ. ആരംഭശൂരത്വം മാത്രം പോരാ. ആരംഭശൂരത്വം കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോ റെഡി ആയതെല്ലാം ധൈര്യമായിട്ട് മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ നമുക്ക് പോകാം. അതായത് ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു പോകണം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ സക്സസ് എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനത്തിന്റെ ഫലമാണ്. നമ്മളുടെ മാത്രം തീരുമാനത്തിന്റെ ഫലമാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിന്റെ മുമ്പിൽ ഇരുന്ന് ചാർട്ട് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നോക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ റിസൾട്ട് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതിൽ മറ്റാരും കൈകടത്തില്ല. എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇപ്പോഴും ആരോ പറഞ്ഞു കേട്ടു, റിലയൻസിൽ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഓപ്പണിംഗ് റേഞ്ചിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് പോലും അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താണ് നമുക്ക് ഒരു എൻട്രി കിട്ടിയിരുന്നത്. നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ചാൻസിനനുസരിച്ച് മാർക്കറ്റ് മുന്നോട്ട് വന്നില്ല. അപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡിസിഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ മുമ്പിലിരുന്ന് ചാർട്ടിന്റെ മുമ്പിലിരുന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, എൻട്രി, എക്സിറ്റ്, മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കല്, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം എന്റെ മൈൻഡും അങ്ങോട്ട് കുരുങ്ങിപ്പോവും. അപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് മാർക്കറ്റിൽ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാനിരിക്കുന്നെങ്കിൽ ജാഗരൂകരായിട്ടിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ജാഗരൂകരായിട്ടിരിക്കണം. നമ്മൾ അലർട്ടായിട്ടിരിക്കണം. അതിനിടയ്ക്ക് എന്ത് തമാശ വേണമെങ്കിലും ആവാം, എന്ത് രീതിയിലുള്ള മസിൽ പിടിച്ചിരിക്കണം എന്നുള്ളതല്ല എന്റെ അർത്ഥം. ജാഗരൂകരായിരിക്കണം. നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ ജാഗരൂകരായിരുന്നാലേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അത് ഉറപ്പുവരുത്തുക. കാരണം എനിക്ക് മാർക്കറ്റിന്റെ മുമ്പിൽ അലർട്ടായിട്ട് ജാഗരൂകരായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിന് ഇറങ്ങാവൂ. ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു മീൻ പിടിച്ചിട്ട് പോകാം എന്നുള്ള അവസ്ഥയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരരുത്. 1 മണിക്കൂറേ സമയമുള്ളെങ്കിൽ ആ 1 മണിക്കൂർ മാത്രമേ ചാർട്ട് എടുത്ത് നോക്കാവുള്ളൂ. ചാർട്ട് എടുത്ത് നോക്കിയിട്ട് ആ 1 മണിക്കൂർ മാത്രമേ ട്രേഡിങ്ങിന് ഇരിക്കാവൂ. അത് കഴിഞ്ഞ് എന്തായാലും ഒരു ട്രേഡ് എടുത്തിട്ട് പോയിട്ട് വരാം എന്നുള്ള മട്ടിൽ ഒരിക്കലും ഇരിക്കരുത്. കാരണം ആദ്യം തന്നെ ഒറ്റ കാര്യം, മീൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയുള്ള സമീപനം മാത്രമേ നമുക്ക് റിസൾട്ട് കൊണ്ടുതരൂ എന്നുള്ളത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള സമീപനം മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുതരുമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിരിക്കാൻ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ഒരിക്കലും മറക്കരുത്. അപ്പോ ഇന്നത്തെ ക്ലാസ് മുതൽ നിങ്ങൾ എല്ലാ ദിവസത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നിർബന്ധമായിട്ടും ഒരു ബുക്ക്, ഏതെങ്കിലും ഒരു റഫ് ബുക്ക് അല്ല അതിന് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്ബുക്കുമായിട്ടായിരിക്കണം ഇന്ന് മുതൽ ഉള്ള ഓരോ ക്ലാസ്സിലും നമ്മൾ ഇരിക്കേണ്ടത്. നോട്ട്ബുക്കും പേനയുമായിട്ടായിരിക്കണം. അല്ലാതെ ഓടിച്ചാടി പോയിട്ട് ഒരു പേന എടുത്തിട്ട് എവിടെന്നെങ്കിലും ഒരു പേപ്പർ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു പേപ്പറിൽ സൈഡിൽ ഇപ്പൊ പറയുന്ന പോയിന്റുകൾ എഴുതി വെക്കാൻ നിൽക്കരുത്. നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിന്റെ മുമ്പിലും അതുപോലെ തന്നെ ക്ലാസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് നിർബന്ധമായിട്ട് ഒരു ബുക്കും പേനയും എപ്പോഴും ഉണ്ടായിരിക്കണം.
നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന പോയിന്റുകൾ ജസ്റ്റ് അതിന്റെ ഔട്ട്ലൈൻ മാത്രം, അതിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് മാത്രം തന്നെ നോട്ട് ചെയ്തില്ല. അതോടൊപ്പം തന്നെ അത് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ആപ്പിനകത്ത് നമ്മുടെ ആ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഈ ക്ലാസ് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഒന്നുകൂടെ എടുത്തു നോക്കിയിട്ട് ആ ഭാഗം നിങ്ങൾക്ക് ഒന്നുകൂടെ എടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ എഴുതി വെക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന സെഷൻസ് ചിലപ്പോൾ 2 ആഴ്ച ആയിരിക്കും, 3 ആഴ്ച ആയിരിക്കും, എത്ര ദിവസം ആണെന്നറിയില്ല. ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളെല്ലാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള സാധനം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ അതിൽ പകുതി കേട്ട് പകുതി മനസ്സിലാക്കി ബാക്കി പകുതി കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പകുതി വഴി പോലും നിങ്ങൾ എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ആദ്യം വേണ്ടത് നമ്മൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നമ്മളോട് തന്നെ. അതോടൊപ്പം തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങളോടും നമ്മളുടെ ആവശ്യങ്ങളോടും നമ്മൾ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ടിരിക്കണം. ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ടിരിക്കണം. അവിടെ നമ്മളുടെ തന്നെ അലസത, അലംഭാവം നമ്മളുടെ വില്ലനായി മാറുന്നത്. അപ്പോ ആദ്യം വേണ്ടത് നമ്മൾ മാർക്കറ്റിന്റെ മുമ്പിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത് നമ്മളോട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടിരിക്കണം, അതുപോലെ തന്നെ സിൻസിയർ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മളോട് തന്നെ നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം എന്ന് തന്നെ പറയും. റെഡി ആയിട്ടിരിക്കണം. കാരണം മാർക്കറ്റാണ്, ഏത് നിമിഷം നമുക്ക് അവസരം വരും എന്നും അറിയില്ല. ആ നിമിഷം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ എടുക്കണം. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ഈ ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്നും തീരുമാനിച്ചുറപ്പിക്കുക. അതായത് ഈ ക്ലാസ്സിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസവും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും എന്നും തീരുമാനിച്ചുറപ്പിക്കുക. ഇനി ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അടുപ്പിച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെച്ച് തൊട്ടടുത്ത ദിവസങ്ങളെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. തൊട്ടടുത്ത ദിവസങ്ങളെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഒരൊറ്റ ലക്ഷ്യമായിരിക്കണം നമുക്കിപ്പോ. ഇപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നു? എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു വരുമാനം മാസം 50,000 രൂപയാണെങ്കിൽ അത് 70,000 രൂപ 80,000 രൂപ ആക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ 50,000 രൂപ വരുമാനം നേടുന്ന ഞാൻ 2 ലക്ഷമോ 5 ലക്ഷമോ വരുമാനം നേടുന്ന രീതിയിലേക്ക് വളരണം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഭാവം നമ്മളിലേക്ക് വരണം. എത്രയാണോ ഇപ്പൊ നേടുന്നത് അതിന്റെ 5 ഇരട്ടിയെങ്കിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ വളർന്നിരിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയായിരിക്കണം ഇരിക്കേണ്ടത്. അതോടൊപ്പം ജാഗരൂകരായിട്ടിരിക്കണം. ജാഗരൂകരായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റാണ്. നമ്മളുടെ ജാഗ്രത കുറവ് വളരെ പെട്ടെന്ന് നമുക്ക് നഷ്ടത്തിലേക്ക് വരവയ്ക്കും. അതുപോലെ തന്നെ ഇനി നമ്മളുടെ ഓരോ ദിവസവും നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക. ഈ സെഷൻ ആരംഭിച്ച് നമ്മുടെ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കോഴ്സിന്റെ ആരംഭം മുതൽ അവസാനം വരെ എത്ര ദിവസം എടുക്കുന്ന അറിയില്ല എന്ന് വീണ്ടും പറയുന്നു. അവസാനം വരെയുള്ള ഓരോ ദിവസവും നിങ്ങൾ ഈ കിട്ടുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക, പരിശ്രമിച്ചു നോക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കുക. മാറ്റമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാം. കാരണം അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യം അവനവനോട് ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിട്ടിരിക്കണം. അപ്പോ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ഇനി മാറണം എന്നുള്ള തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കണം മുന്നോട്ടിരിക്കുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യാനും എന്ത് പരിശ്രമിക്കാനും റെഡി ആയിട്ടുള്ള ഒരു മനസ്സോട് കൂടി വേണ്ടിയിരിക്കാൻ. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ടിരിക്കണം, സത്യസന്ധമായിട്ടിരിക്കണം, ജാഗരൂകരായിരിക്കണം. ഇത്രയും കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പിന്തുടരുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി പിന്തുടരുക. കാരണം ഞാൻ നേരത്തെ കുറച്ച് പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് കുറെ കാലങ്ങൾക്ക് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് ഫോളോ ക്ലാസ്സുകളിൽ ഞാൻ ക്യാമറ ഓൺ ആക്കിയിരുന്ന അടുത്ത കാലത്തൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരികയാണെങ്കിൽ മാത്രമേ ക്യാമറ ഓൺ ആക്കിയിട്ടിരിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടിരിക്കുന്നതിന്റെ കാരണം മാറ്റം ഇവിടെ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. ക്യാമറ ഓൺ ആക്കിയിട്ടൊക്കെ ഇരിക്കുന്നതും. അതോടൊപ്പം നമ്മൾ ഒരു പുതിയ ലക്ഷ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലക്ഷ്യമൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, പുതിയ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫോളോ അപ്പ് ക്ലാസ്സുകളിൽ വൈകുന്നേരങ്ങളിൽ നടന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവരും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബാച്ചുകളിലുള്ളവരൊക്കെ ഇത് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു പോവുക. ഇത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോവുക. അതില് ആദ്യത്തെ കാര്യമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാം. ആദ്യത്തെ കാര്യം, നമ്മൾ എവിടെ നിൽക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ മേഖലയിൽ എനിക്ക് എത്ര കാലത്തെ പരിചയമുണ്ട്, എനിക്ക് എന്തൊക്കെ അറിവുകളും കഴിവുകളും ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ
എനിക്ക് എത്ര രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പറ്റും. ഇത് നമ്മൾ എവിടെ നിൽക്കുന്നു ഇത് ആദ്യം എഴുതി വെക്കണം. ഓരോരുത്തരും ഇത് ആദ്യം തിരിച്ചറിഞ്ഞ് എഴുതി വെക്കണം. കാരണം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. അതായത് ഇപ്പോ എക്സാമ്പിൾ സാഹിബ് സാറ് എന്തായാലും അവിടെ ഒരു അനന്തശയനം നടത്തിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. സാഹിബ് സാറ് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സാഹിബ് സാറിന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാം. അതായത് എണീറ്റല്ലോ, എന്തായാലും നന്നായി. അതായത് ആദ്യം നമുക്ക് വേണ്ടത് സാഹിർ സാറ് ഇപ്പൊ എവിടെ നിൽക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കഴിവുകളുണ്ട്, എന്തൊക്കെ അറിവുകൾ നമ്മൾ ആർജിച്ചു കഴിഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റിലെ ശരാശരി എനിക്ക് എന്ത് നേടാൻ കഴിയുന്നു, സ്റ്റോക്ക് മാർക്കറ്റിലെ വരുമാനത്തിനായിട്ട് ഞാൻ എന്ത് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ നോട്ട് ചെയ്തിരിക്കുന്നതല്ല, ഇന്ന് നോട്ട് ചെയ്തിരിക്കണം. പ്ലീസ് മൈക്ക് വോളിയം ഒന്ന് കൂട്ടാമോ? മൈക്കിന്റെ വോളിയം പ്രശ്നമുണ്ടോ? എന്റെ മൈക്കിന്റെ വോളിയം പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറഞ്ഞേ. ഇല്ലല്ലോ സാർ, ഇല്ല, ഓക്കെ. അപ്പൊ ഗോപി സാറിനെ സംബന്ധിച്ചോളം ബസ്സിൽ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. അതിനുശേഷം നമ്മുടെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഒന്നുകൂടെ കേൾക്കുക കേട്ടോ. വേറെ നിവൃത്തിയില്ല. കാരണം ഇനി സൗണ്ട് കൂട്ടുന്നെങ്കിൽ എനിക്ക് നാളെയും ക്ലാസ് എടുക്കാനുള്ളതാണ്. ഇനി എന്റെ തൊണ്ട പൊട്ടിക്കാൻ ഞാനില്ല. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ മാക്സിമം സൗണ്ട് ഉള്ളൂ. അപ്പോ താഹിർ സാറിനെ സംബന്ധിച്ചിടത്തോളം, താഹിർ സാറ് നിങ്ങൾ ഓരോരുത്തരും താഹിർ സാറാണെന്ന് സങ്കല്പിച്ചോളൂ. എന്നിട്ട് താഹിർ സാറിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ എവിടെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഓർത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞ ആ ബുക്കിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്. കാരണം എവിടെ എത്തണം എന്നും എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാലേ എവിടെ എത്തണം എന്നുള്ളവർക്കുള്ള ദൂരം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും പറയുന്നു, പരീക്ഷിക്കാൻ വേണ്ടി ആരും ഇവിടെ ഇരിക്കണ്ട. നന്നാവണമെങ്കിൽ മാറണമെങ്കിൽ മാത്രം ഈ ക്ലാസ്സിൽ കയറുന്നത്. പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം, ദിവസം നോക്കട്ടെ, എന്താ നടക്കുമെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ അറിയാനാണെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇരിക്കണ്ട. പെട്ടെന്ന് ചാടിപ്പോക്കുക. എനിക്കിത് വേണമെന്നും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായിട്ട് പരിശ്രമിക്കാൻ തയ്യാറാവുള്ള ആളുകൾ മാത്രമേ ഇവിടെ കയറിയിരിക്കാവുള്ളൂ. പ്രത്യേകിച്ച് SMT-യുടെ സ്റ്റുഡൻസ് ഇതിനകത്ത് ഇരിക്കാവുള്ളൂ. ആൻസർ ഒന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ചിറങ്ങില്ല. അപ്പോ ആദ്യം വേണ്ടത് എന്താണെന്ന്, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ആ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും ഇപ്പോ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ നേടുന്നത് 50,000 രൂപയുടെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ ഇത് 2 ലക്ഷത്തിലേക്കോ 5 ലക്ഷത്തിലേക്കോ എത്തിക്കാനായിട്ട് എന്റെ ടാർഗറ്റ് എത്രയാണ്, എനിക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു രൂപരേഖ ഉണ്ടാക്കിയെടുക്കാം. ഇത് രണ്ടും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക ഓരോരുത്തരും. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക ഓരോരുത്തരും. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതായത് നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ക്ലബിലുള്ള ഒരാൾ പോലും ഉപേക്ഷ വിചാരിക്കരുത്. നാളെ മുതൽ ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. നോട്ട്ബുക്ക് കീപ്പ് ചെയ്തതിനു ശേഷം നമ്മള് വടിയെടുക്കാൻ പോവാണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വടിയെടുക്കാൻ പോകണം. അതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. സാർ, തുടക്കക്കാരെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ അറിയുന്നത് അതൊക്കെ ഇപ്പൊ നിൽക്കട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ അവിടെ നിൽക്കട്ടെ. എല്ലാം ബഷീർ സാറിന്റെ ഒരു കാര്യം ചിന്തിക്കുക. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ബിസിനസ് ചെയ്യുന്നത്, എന്താണ് ജോലി ചെയ്യുന്നത്, അതിനകത്ത് എന്ത് ശരാശരി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അടുത്തൊരു വർഷം കൊണ്ട് എത്ര വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. അപ്പോ ഇപ്പൊ മാസ്റ്റേഴ്സ് ക്ലബിലുള്ളപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയുന്നു, എല്ലാവരും നാളെ മുതൽ ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ആ നോട്ട്ബുക്കില് നാളത്തെ ട്രേഡ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് പോലും നമുക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല. വന്ന ട്രേഡുകൾ തന്നെ 1-2 ചെറിയ ഓപ്പർച്യൂണിറ്റി വന്നുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാണ് ചെയ്ത്. പക്ഷെ ഇനി മുതൽ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ആ ട്രേഡ് എടുത്തത് എവിടെ എൻട്രി എടുത്തു, എന്തുകൊണ്ട് എൻട്രി എടുത്തു, എവിടെ എക്സിറ്റ് ചെയ്തു, എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടി നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ 4 ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഈ 4 ട്രേഡും എഴുതി വെച്ചേ പറ്റൂ. 26 ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഈ 26 ട്രേഡും എഴുതിയെടുത്തേ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 26 ട്രേഡ് എഴുതിയെടുക്കണമെങ്കിൽ സമയം കുറെ വേണം. അപ്പൊ ട്രേഡിന്റെ എണ്ണം ഒന്നാമത് കുറഞ്ഞു. അപ്പോ നിർബന്ധമായിട്ടും ചെയ്യാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മളെ
ഈ പരീക്ഷ സമയമാകുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ എന്തിനാ എങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നത്? അതുവരെ വേണമെങ്കിൽ കളിക്കും, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തലകുത്തി നടക്കും, അങ്ങനെ പല പരിപാടിക്കും നടക്കും. പക്ഷെ പരീക്ഷാ സമയമാകുമ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത്? അത് മോണിറ്റർ ചെയ്യാൻ, അത് നിരീക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റില് നമ്മളൊരു പ്രൊഫഷണൽ ആകുന്നത് വരെ ഇനി നമ്മളെ മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവര് ഓരോ ദിവസത്തെ അവരുടെ ട്രേഡുകളുടെ ഡീറ്റെയിൽസുകളും എഴുതിയെടുത്ത് ഗ്രൂപ്പിൽ തന്നെ ഇടണം. ഒരു കാരണവശാലും എനിക്ക് പേഴ്സണൽ അയക്കണ്ട. കാരണം ഗ്രൂപ്പിൽ ഇടുമ്പോൾ അവിടെ മോണിറ്റർ ചെയ്യാൻ 140ഓളം പേരുണ്ട്. ഓരോ ആളുകളുടെ ലൈഫും ഓരോ ആൾക്കാരുടെ ട്രേഡിങ്ങും മോണിറ്റർ ചെയ്യാൻ 140ഓളം പേരുണ്ട്. നിർബന്ധമായിട്ടും ഗ്രൂപ്പുകളിൽ ഇട്ടേ പറ്റൂ. തയ്യാറാണോ? യെസ് സാർ, യെസ്. തയ്യാറാണ്. ഓരോ ഇത് ദിവസം എക്സൽ ഷീറ്റിലെ ജേർണൽ എൻട്രി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ട്രേഡ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. യെസ് മാം. അത് ഇതിലും കൂടുതൽ കോളംസ് വെച്ചിട്ടുണ്ട്. എപ്പോഴെടുത്തു, എപ്പോ എക്സിറ്റ് ചെയ്തു, അങ്ങനെ പോയിന്റ്സ്, അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ റിപ്പോർട്ട് മാഡത്തിന്റെ കയ്യിലുണ്ടോ? എൻട്രി ചെയ്തില്ല സർ, എൻട്രി ചെയ്തില്ല. എൻട്രി എന്റെ കയ്യിൽ നോട്ട് എന്താ സർ? മാഡം എൻട്രിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് അത് ഗ്രൂപ്പിലിടുമ്പോ ഏകദേശം അതിന്റെ ഒരു മോഡൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു രീതി എന്താണെന്ന് ആൾക്കാർക്ക്, ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇന്നതാണ്. ഞാൻ ഇന്ന ട്രേഡ് എൻട്രി എടുത്തു, ഒരു നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ എൻട്രി എടുത്തു. ഇന്ന റീസണും കൊണ്ടാണ് ആ ട്രേഡ് എൻട്രി എടുത്തത്. ആ ട്രേഡ് എൻട്രി എടുത്ത സമയത്ത് ഇന്ന സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു, അതിന്റെ പ്രീമിയം ഇത്രയായിരുന്നു, അണ്ടർലൈൻ അസറ്റ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആ ട്രേഡ് ഇന്ന റീസൺ കൊണ്ട് എക്സിറ്റ് ചെയ്തു, ഇത്ര സമയത്തിലാണ് എക്സിറ്റ് ചെയ്തത്, അപ്പോൾ നമ്മുടെ അണ്ടർലൈൻ അസറ്റ് ഇവിടെയായി നിന്നത്, പ്രീമിയം ഇത്രയായിരുന്നു, എനിക്ക് ഇത്ര പ്രോഫിറ്റ്, ഇത്ര ലോസ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ സഹിതം എഴുതിയിടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ എഴുതിയിടുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാലും അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും, ഈ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇന്ന് പറ്റിയല്ലോ, അതുകൊണ്ട് നാളെ ഇത് ഞാൻ ആവർത്തിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവരും മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലുള്ളവരും അവരവരുടെ ഗ്രൂപ്പില് ഓരോ ദിവസത്തെ ട്രേഡിങ്ങുകളും എഴുതിയിടുക. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനും ഇവിടുന്ന് സക്സസ് ആവാനാണ് SMT വന്നതെങ്കിൽ ഈ കാര്യം നിർബന്ധപൂർവ്വം ചെയ്തേ പറ്റൂ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവനവനോട് സത്യസന്ധമായിരിക്കുക, അവനവനോട് ആത്മാർത്ഥമായിരിക്കുക. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒരു ടാസ്ക് തരുന്നുണ്ടാവും. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ 4 ഇൻഡെക്സിലായിരിക്കും. ഈ 4 ഇൻഡെക്സില് ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഒരു ലോട്ട് ട്രേഡ് എടുക്കുക എന്നും അത് എക്സിറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിലോ ഏതിലും ആവാം. പക്ഷെ ആ ഒരു ട്രേഡിന്റെ റിസൾട്ട് എല്ലാവരും അതത് ദിവസം ഇടുക. കാരണം അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രി കൃത്യം എടുക്കുകയും കറക്റ്റ് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്ത ഒരാളെ അന്നത്തെ ദിവസം വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? അത് ഓരോരുത്തരും റെഡിയായേ പറ്റൂ. ആരും ഒളിച്ചു മാറി നിൽക്കേണ്ട. ആരും അതുപോലെ തന്നെ എനിക്ക് സങ്കോചമാണ്, എനിക്ക് മടിയാണ് ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ, ഇതൊന്നും വേണ്ട. കാരണം നിങ്ങൾ വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കാതെ പ്രസന്റ് ചെയ്യാം. ക്യാമറ ഓൺ ആക്കണം എന്നാണ് അഭിപ്രായം. പക്ഷെ ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ക്യാമറ ഓൺ ആക്കാതെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. കാരണം നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ പല മേഖലകളിലും നമ്മുടെ പല ഏരിയയിലും നമുക്ക് മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സെഷനും കൂടെ ഈ ആഴ്ച മുതൽ ആരംഭിക്കാം. ഈ ആഴ്ച മുതൽ, അടുത്ത ആഴ്ച അടുത്ത മാസമല്ല, ഈ ആഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഒരു സ്പെഷ്യൽ സെഷൻ. അത് നമുക്ക് ആദ്യത്തെ തന്നെ തുടങ്ങുന്നു. ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ച NSEയുടെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ ഒരു ലോട്ട് ട്രേഡ് എടുത്തുകൊണ്ട് നമുക്ക് ടാസ്ക് ആരംഭിക്കാം. ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ച. സോറി. അങ്ങനെയെങ്കിൽ നാളെ
അത്രേ ഉള്ളൂ. ഏപ്രിൽ അല്ല. 24-ാം തീയതി ബുധനാഴ്ച, ഏപ്രിൽ 24-ാം തീയതി ബുധനാഴ്ച നിഫ്റ്റിയിൽ ഒരു ലോട്ട് എല്ലാവരും, അതായത് ഓപ്ഷൻസിൽ ട്രേഡ് തുടങ്ങിയിരിക്കുന്ന എല്ലാവരും, ഇത് പറയുമ്പോൾ എനിക്കറിയാം ആരും ഓപ്ഷൻസിൽ ഇതുവരെ ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല, അറിയാത്ത ആൾക്കാരായിരിക്കും എല്ലാവരും. ആരും ഞാൻ ഓപ്ഷൻ ട്രേഡ് എടുത്ത് തുടങ്ങിയിട്ടില്ല സാറേ, എനിക്ക് ഓപ്ഷൻ എന്താന്ന് പോലും പരിചയമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മള്. ഞാൻ ഓപ്ഷനാ സാർ കൂടുതൽ എടുക്കാറുണ്ട്. ആ ധൈര്യത്തിനും തന്റെ ഇടത്തിനും ഒരു അഭിനന്ദനങ്ങൾ ഇരിക്കട്ടെ ഒരു കുതിരപ്പോന്നുള്ളത്. ഓക്കെ, അപ്പൊ നാളെ 24-ാം തീയതി ബുധനാഴ്ച നിഫ്റ്റിയുടെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു. ഓരോരുത്തരും ചെറുതായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ, മിസ്റ്റേക്ക് സംഭവിച്ചോട്ടെ, അറിയാത്തതായിക്കോട്ടെ, നിഫ്റ്റിയുടെ ഒരു കോൾ ഓഫ്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ അണ്ടർലൈൻ അസറ്റ് നിൽക്കുന്നത് 21, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, മൈക്ക് എല്ലാവരും ഓഫ് ചെയ്തിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഒരു ടാസ്കിൽ ഏർപ്പെടുന്ന SMTയുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ എവിടെയാണോ അണ്ടർലൈൻ അസറ്റ് ഇരിക്കുന്നത് അതിന്റെ 100 പോയിന്റ് അകത്തുള്ള, അതായത് ഇപ്പോ 21,110 നിൽക്കുന്നെങ്കിൽ തൊട്ട് രണ്ടാമത്തെ സ്ട്രൈക്ക് പ്രൈസ് എടുക്കാവുള്ളൂ. കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 21,110 ആണെങ്കിൽ തൊട്ടടുത്ത സ്ട്രൈക്ക് പ്രൈസ് 150 അതിന്റെ അടുത്തത് 200 അങ്ങനെ 2 സ്ട്രൈക്ക് പ്രൈസ് തൊട്ടടുത്ത രണ്ടാമത്തെ സ്ട്രൈക്ക് പ്രൈസിലായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. കോൾ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രൈക്ക് പ്രൈസ് കഴിഞ്ഞ് തൊട്ടടുത്ത സ്ട്രൈക്ക് പ്രൈസില്, പുട്ട് ആണെങ്കിൽ ആദ്യത്തെ സ്ട്രൈക്ക് പ്രൈസ് കഴിഞ്ഞ് തൊട്ടടുത്ത സ്ട്രൈക്ക് പ്രൈസിൽ ഔട്ട് ഓഫ് ദ മണി, സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് സ്ട്രൈക്ക് എടുക്കേണ്ട സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് പറഞ്ഞാണ് സാറേ. പറയില്ല, അത് നമുക്കറിയില്ലല്ലോ. നാളെ എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അല്ല ഇതല്ല, ഇത് ഇപ്പൊ അണ്ടർലൈൻ്റെ 21,110 ആണെങ്കിൽ എടുക്കേണ്ടത് 21,150. അതെ, 21,110 ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം സോറി തൊട്ടടുത്ത സ്ട്രൈക്ക് പ്രൈസ് ഏതാ? 150 അല്ലെ? അതെ, അത് എടുക്കണ്ട, അതിന്റെ തൊട്ടടുത്തത് എടുക്കുക 200. അതായത് ഇപ്പൊ അണ്ടർലൈൻ അസറ്റ് എവിടെയാണോ കിടക്കുന്നത് അതിന്റെ തൊട്ടടുത്തതിന്റെ അടുത്ത സ്ട്രൈക്ക് പ്രൈസ് ആണ് എടുക്കേണ്ടത്. കോൾ ആണെങ്കിൽ, പുട്ടാണെങ്കിൽ 20,110 നിൽക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തത് 20,100 അതിന്റെ താഴെ 20,250 പറയാൻ പറ്റും. സെയിം വീക്ക് എക്സ്പയറി രണ്ടാമത്തെ അടുത്ത മണി നാളെ എടുക്കുമ്പോ മറ്റന്നാൾ എക്സ്പയർ ചെയ്യാം. മറ്റന്നാൾ എക്സ്പയർ ചെയ്യാം. എടുത്തോ. വ്യാഴം അതല്ലേ സർ, ഇതിൽ ഒറ്റ ലോട്ടല്ലേ? ഒറ്റ ലോട്ട്, ഒരു ലോട്ടേ എടുക്കാവുള്ളൂ. നമ്മുടെ കൈക്കരുത്തും നമ്മുടെ ക്യാപിറ്റലിന്റെ കരുത്തും കാണിക്കാൻ വേണ്ടിയിട്ടതല്ല സെക്കൻഡ് OTM. സെക്കൻഡ് OTM എന്ന് പറയാൻ പറ്റില്ല സാറേ, ചിലപ്പോൾ അത് 2 മണിയുടെ തൊട്ടടുത്ത OTM ആയിരിക്കും, ആയിരിക്കുന്നത്. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ ഉദാഹരണം 22,540 മാർക്കറ്റ് നിൽക്കുന്നെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തത് 21,550 അതല്ല നമുക്ക് വേണ്ടത്, അതിന്റെ തൊട്ടടുത്തത് 21,600 ആയിരിക്കും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പോ ഈ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ അടുത്തതിന്റെ അടുത്ത സ്ട്രൈക്ക് പ്രൈസ് ആണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. രണ്ടാമത്തെ ഔട്ട് ഓഫ് ദ മണി അല്ലേ? കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ തൊട്ടടുത്തതിന്റെ അടുത്ത് കിടക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഒറ്റ ലോട്ടേ എടുക്കാവൂ. അതിന്റെ തൊട്ടടുത്ത ദിവസം എക്സ്പയറി ആണ്, ചെറിയ പ്രീമിയം നമുക്ക് വരുള്ളൂ. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസോ കാണാനില്ല. നമ്മൾ മാർക്കറ്റിന്റെ അവസരം ഓരോരുത്തരും എവിടെ കണ്ടെത്തുന്നു, എവിടെ എൻട്രി എടുക്കുന്നു, എവിടെ എക്സിറ്റ് ചെയ്യുന്നു. ഈ എൻട്രിയും എക്സിറ്റും എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും 100 കണക്കിന് ആളുകളെ പഠിപ്പിക്കാനുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനുള്ള മെത്തേഡുകളും സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിക്കാനുള്ള കഴിവുള്ള ഓരോ വ്യക്തികളായി മാറും. അങ്ങോട്ടാണ് നമ്മൾ വളരുന്നത്. 100 കണക്കിന് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ജീവിതം സക്സസ് ആക്കാനുള്ള ഒരു ടീച്ചേഴ്സായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതാണ് നമ്മളുടെ ഇനിയുള്ള ഫോക്കസ്. സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം നമ്മളും നല്ല രീതിയിൽ വളർന്നോളും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ചെയ്തുകൊണ്ട് വളർന്നോളും. അപ്പോൾ ഈ ടാസ്ക് എല്ലാവരും ഓർത്ത് വെക്കുക. ഇപ്പൊ നിലവിലുള്ളവർ ആർക്കൊക്കെ പങ്കെടുക്കണോ അതൊക്കെ പങ്കെടുക്കാം. പ്രത്യേകിച്ച് 107ാമത്തെ ബാച്ച് മുതൽ 119ാമത്തെ ബാച്ച് വരെയുള്ളവർ, അതാണ് ഇപ്പൊ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ലൈവ് സെഷൻസിൽ ഇരിക്കുന്നവര്, അതായത് നിലവിലുള്ളവര്. അതുകൂടാതെ മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവരെ ഒരാൾ പോലും പുറകോട്ട് പോകരുത്. ആദ്യത്തെ ടാസ്ക് അത് കഴിയും. ഇത് എല്ലാവരും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. നാളെ തന്നെ ഫോളോ ചെയ്യുക. ഇനി
നമ്മുടെ ക്ലാസിന്റെ ശൈലിയിലേക്കും ക്ലാസിന്റെ നമ്മുടെ മാറ്റങ്ങളിലേക്കും വരുന്നു. അതായത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് സ്വയം കണ്ടെത്തുക. ഞാനിപ്പോ എന്താണ് എന്റെ കണ്ടീഷൻ, എനിക്ക് എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ശരാശരി ഇപ്പോ ഇത്ര കാലം ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ശരാശരി ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ഈ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, ഞാൻ ഇത്ര ക്യാപിറ്റലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. കറണ്ട് സിറ്റുവേഷൻ നോട്ട് ചെയ്ത് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കറണ്ട് സിറ്റുവേഷൻ ഒരു 1-2 പേജിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേണ്ടത് അടുത്തൊരു പേജില് അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പേ 2025 മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പേ ഏത് സ്റ്റേജിലേക്ക് നമുക്ക് എത്തണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഉള്ള സ്റ്റേജിന്റെ ഇരട്ടിയെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കുന്ന, വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിയിരിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ അത് പോരാ എന്ന് ഞാൻ പറയും. നമ്മളൊരു 3, 4, 5, 10 ഇരട്ടി ടാർഗറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ പരിശ്രമിക്കാൻ. കാരണം അത്രയും ടാർഗറ്റ് ഇട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പരമാവധി ശേഷി നമുക്ക് വെളിയിലെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും അവനവന്റെ ശേഷിയുടെ ഒരു 10% പോലും ഉപയോഗിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഓരോ വ്യക്തിയും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അവനവന്റെ ശേഷിയുടെ 10% പോലും ഉപയോഗിക്കുന്നില്ല. ആരാ എന്റെ എന്റെ ക്യാമറ വല്ലാതെ മ്യൂട്ട് ചെയ്യുന്ന ആരാ? ഇനി സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണോ എന്നറിയില്ല. ഓക്കെ, അപ്പോ ഓരോ വ്യക്തിയും അവനവന്റെ കഴിവിന്റെ 10% പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അത് ആ ഒരു ചട്ടക്കൂട് പൊളിച്ചെഴുതിയേ പറ്റും. കാരണം എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വളരാൻ പറ്റും. ആ ചട്ടക്കൂട് പൊളിച്ചെഴുതണം. ഓരോ വ്യക്തിയും അവനവന്റെ ശേഷി പരമാവധി ഉപയോഗിക്കണം. അപ്പോ അതിനായിട്ട് എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര ശതമാനം നമ്മൾ വളരണം എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കുക. നമ്മൾ പലരും അത് ചെയ്തിട്ടുണ്ടാവും. പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ എത്ര പെർസെന്റേജ് ഇപ്പൊ നിൽക്കുന്നതിൽ നിന്നും എത്ര പെർസെന്റേജ് ഗ്ലാമർ പോയല്ലോ എന്നുള്ളത് എന്റെ ആണ്. ഇരുട്ടും വെളിച്ചമൊക്കെ പൊക്കോട്ടെ, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതിന്റെയാണെന്ന് തോന്നുന്നു. കാരണം ക്യാമറ ഓഫ് ആയി പോയോ എന്നെനിക്കൊരു സംശയം ഇല്ല. എനിവേ, അതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇത്രയും നേരം എന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചില്ല, അത്ര തന്നെ മതി. ഞാൻ വീണ്ടും മ്യൂട്ട് ആള് കൊടുക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇത് റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ മൈക്ക് ശ്രദ്ധിക്കുക. ഇവിടെ സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ മടിക്കണ്ട, മൈക്ക് ഓൺ ആക്കുക, അപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങുക. അത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും നോക്കണ്ട. ആ നിമിഷം നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മൈക്ക് മ്യൂട്ട് ചെയ്തോണം. നമ്മളുടെ വീട്ടിലെ ശബ്ദങ്ങളും ബഹളങ്ങളും മറ്റുള്ളവർക്ക് കേൾപ്പിക്കാൻ ഇടവരുത്തരുത്. നമ്മളൊരു ഡിസ്റ്റർബൻസ് ആയി മാറരുതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം, നിൽക്കുന്ന സ്ഥലവും നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലവും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്തിട്ട് എല്ലാവരും ഗ്രൂപ്പിലിടുക. ഇത് ഗ്രൂപ്പിലിടാൻ താല്പര്യമില്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇട്ടാലും മതി. ഈ 2 കാര്യം, എവിടെ നിൽക്കുന്നു, എവിടെ എത്തിച്ചേരണം, ഈ 2 കാര്യങ്ങൾ ഗ്രൂപ്പിലിടാൻ ധൈര്യമുള്ളവർക്ക് ഗ്രൂപ്പിലിടാം. കാരണം ഗ്രൂപ്പിലിടുമ്പോൾ നമുക്കറിയാം ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് ഇതിനകത്ത് പിന്മാറാൻ കഴിയില്ല, ഞാൻ ഇത് ലെവലിലേക്ക് എത്തിയേ പറ്റൂ എന്ന് നമ്മൾ മറ്റുള്ളവരോട് ഒരു അറിയിപ്പ് കൊടുക്കുന്നത് പോലെയാണ് ഗ്രൂപ്പിലിടുന്നത്. അതിന് സാധിക്കുന്നവർ, അതിന് മനസ്സുള്ളവർ ധൈര്യമായിട്ടിട്ടുള്ളൂ. അതല്ലാത്തവർ പേഴ്സണലായിട്ട് ഇടാം. എല്ലാവരും ഇടണം, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കാരണം മോണിറ്റർ ചെയ്താലേ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. കാരണം അലസത, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ പലരെയും പിടികൂടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പലരെയും പിടികൂടി, എല്ലാവരെയും ഒന്നും പറയുന്നില്ല, പലരെയും അലസതയും ഉത്തരവാദിത്തമില്ലായ്മയും പിടികൂടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഗുണവും ഇല്ലാത്ത സാധനങ്ങളാണ്. അലസതയും ഉത്തരവാദിത്തമില്ലായ്മയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഗുണമില്ലാത്ത കാര്യം. അത് പിടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിങ്ങോട്ട് വേരോടെ പിഴുത് കളഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏതൊരു മേഖലയിൽ നിന്നും നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്വയം പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ നടക്കുക. അപ്പോൾ നിർബന്ധമായിട്ടും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്നു. ആ നോട്ട്ബുക്കിനകത്ത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സിൽ എഴുതാൻ പേപ്പറും പേനയും എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു.
അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളതും അതേ ബുക്കിൽ തന്നെ എഴുതി വെക്കുക. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് അതേ ബുക്കിൽ തന്നെ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത വർഷത്തിനുള്ളിൽ, അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ എന്തുമാത്രം വളർച്ച, എത്ര ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു, ലക്ഷ്യമിടുന്നു, ഇത് രണ്ടും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് വേണം നമുക്ക് പണി തുടങ്ങാനായിട്ട്. കാരണം എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരു പണിയും നടക്കില്ല എന്നുള്ളത്, ഒരു മാറ്റവും നടക്കില്ല. അപ്പോ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിയതിനു ശേഷം നമ്മൾ അങ്ങോട്ടുള്ള പണി തുടങ്ങുകയാണ്, അങ്ങോട്ട് മാറാനുള്ള വർക്ക് തുടങ്ങുക. ദേവ് സാർ എന്താ പറയാൻ വേണ്ടി? സാറ് ഇവിടെ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലർ മൈനസിലായിരിക്കാം, ചിലർ സീറോയിലായിരിക്കാം, ചിലർ പ്ലസിലായിരിക്കാം. യെസ്. അപ്പൊ മൈനസിലാണെങ്കിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് എങ്ങനെ നമ്മൾ കണക്കാക്കും? മൈനസിലാണെങ്കിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക്, ഇപ്പൊ ഉദാഹരണം മൈനസിലുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ വർഷം കൊണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ ശരാശരി ഒരു ദിവസം, ഒരു മാസം ശരാശരി എനിക്ക് ഒരു 20,000 രൂപ ലോസ് ആണ് വരുന്നത് സങ്കല്പിക്കുക. ഓക്കെ, ശരാശരി എനിക്ക് ഒരു മാസം 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ മാസത്തിൽ ലോസ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ സാധനം അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഞാൻ ലോസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പം അടുത്തൊരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ മാസം ശരാശരി 50,000 രൂപ വരുമാനം ഉണ്ടാക്കുമെന്നുള്ള മിനിമം, ഞാൻ പറഞ്ഞത് മിനിമമാണ്, 50,000 രൂപ വരുമാനം നേടുന്ന ലെവലിലേക്ക് വളരും എന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ്. ഇപ്പോ ശരാശരി 20,000 ലോസ് ചെയ്യുന്നെങ്കിൽ അടുത്ത 1-2 മാസം കൊണ്ട് ലോസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുമെന്നും അത് ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 20,000 രൂപ ലോസ് ഉണ്ടാക്കുന്ന ഒരാൾ 2 മാസത്തിനുള്ളിൽ ലോസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മുടെ സിലബസും നമ്മുടെ മറ്റു കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തൊരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഞാൻ മിനിമം ഒരു 50,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിന് എല്ലാ മാസവും വരുമാനം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതായിരിക്കണം ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ ടാർഗറ്റ്. അത് 5 ലക്ഷം ആയാലും ഒരു കുഴപ്പമില്ല, അതിനായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സുകൂടെ ഉണ്ടെങ്കിൽ ആ ടാർഗറ്റ് വെക്കാവുന്നതാണ്. ദേവ് സാറെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ടോ? ക്ലിയർ ആയി സാറേ, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. എത്തേണ്ട സ്ഥലം പറഞ്ഞാൽ അവിടെ എത്താൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാമോ? ഇത്രയും നേരം അതന്നെയല്ലേ നമ്മൾ ലക്ഷ്യമിടുന്നത്. എത്തേണ്ട കാര്യവും എവിടെ നിൽക്കുന്നു എന്നും എവിടെ എത്തണമെന്നും അറിഞ്ഞാലാണ് നമ്മൾ എത്ര ശതമാനം നമ്മൾ മാറണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിയാൽ അതിനായിട്ട് പരിശ്രമിക്കാം. എത്തേണ്ട കാര്യം, എത്തേണ്ട വഴികളും എത്തേണ്ട രീതികളും പറഞ്ഞു തരും. പക്ഷെ ഞാൻ അവിടെ എത്തില്ല. പകരം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തും. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയിട്ട് കാര്യമില്ല. എന്റെ ലക്ഷ്യവും എന്റെ വഴികളും രജനീകാന്ത് പറഞ്ഞ പോലെ തനി വഴിയാണ്. ആ വഴി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും എന്നുള്ളതാണ്. അല്ല സാറേ, നാളെ ഒരൊറ്റ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ, പിന്നെ എടുക്കാൻ പാടില്ല? എനിക്കൊരു ട്രേഡിന്റെ റിസൾട്ട് കിട്ടിയത് ആ ഒരൊറ്റ ട്രേഡ്. ബാക്കി നിങ്ങൾ എത്ര വേണേലും എടുത്തോ. ആണോ? സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇപ്പൊ എത്തിയോട്ടെ സാറേ. ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്കൊരു ഈ സൗണ്ട് കേട്ടിട്ട് കാലം ഒത്തിരി എന്റെ കയ്യിൽ 25,000 ക്യാപിറ്റൽ ഉണ്ട്. പെർ ഡേ 10% ടാർഗറ്റ് വെച്ച് നേടാൻ പറ്റും. നേടുന്നതിൽ തെറ്റുണ്ടോ? പെർ ഡേ 10% വെച്ച് ഗ്രോത്ത് നേടാനാണ് എന്റെ പ്ലാൻ. അപ്പോ ഒരു ശരാശരി ഒരു മാസം എത്ര ശതമാനം ഗ്രോത്ത് ആയി? ഒരു ദിവസം 2,500 രൂപ ക്യാപിറ്റൽ ആഡ് ചെയ്യപ്പെടണം. ഞാൻ എത്ര വേണോ ചിലപ്പോൾ വിഡ്രോ ചെയ്തെടുക്കും. എന്നാലും 2,500 രൂപ, അതായത് നിലവിലുള്ള 25,000ന്റെ 2,500 അതില് പിറ്റേ ദിവസം ആഡ് ചെയ്യപ്പെടും. തൊട്ടടുത്ത ദിവസം 2,750 ആയിരിക്കും എന്റെ ടാർഗറ്റ്. അത് ചിലപ്പോൾ ഞാൻ 5,000 ആയിരിക്കും നേടുന്നത്. പക്ഷെ ഞാൻ അതില് ക്യാപിറ്റലില് 2,750 ഇട്ട് അങ്ങനെ ഗ്രോത്ത് ചെയ്ത് പോകാനാണ് മനസ്സിലൊരു ഐഡിയ. അതെ, എന്റെ പേഴ്സണൽ ഫാറൂഖ് സാറിനോടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. അങ്ങനെ വെക്കണ്ട. കാരണം എന്താ അറിയോ, അത് ഇപ്പൊ ഉള്ള ഒരു ചിലപ്പോ 2-3 മാസത്തേക്ക് ഫാറൂഖ് സാറിന് അത് ഈസി ആയിരിക്കും. അത് കഴിയുമ്പോഴും അത് താങ്ങാൻ പറ്റാതെ ആ എമൗണ്ടിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. ഫാറൂഖ് സാറ് പഴയ ശൈലി തന്നെ ഫോളോ ചെയ്യും. അതായത് 25,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഞാൻ 1 ലക്ഷമോ 1.25 ലക്ഷമോ 1.5 ലക്ഷമോ ഉണ്ടാക്കും എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പോകും. അത് നേടാൻ പറ്റില്ലേ? അത് നേടിക്കൊണ്ടിരുന്ന ആളല്ലേ? പോയാ അത് നേടിക്കൊണ്ടിരുന്ന ആളല്ലേ? 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ശരാശരി 1 ലക്ഷത്തിനോളം മാസം വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളല്ലേ? അത് ഒരല്പം കൂടെ കൂട്ടിക്കും. ഒരു 1 എന്നുള്ളത് 1.25 എന്നുള്ളത് 1.5 1.25 എത്തുന്ന രീതിയിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്തു. ഒരു കാര്യം ചെയ്യേ,
ക്യാപിറ്റൽ 25,000 എന്നുള്ളത് ഒരു 30,000 ആക്കി മാറ്റും. എന്നിട്ട് ഈ 1 ലക്ഷം രൂപ വരുമാനം എന്നുള്ളത്, 1 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്നുള്ളത് ഒരു 1.5-2 ടാർഗറ്റ് ചെയ്തിട്ടു. കാരണം ഒരു ദിവസം 10% എന്ന് പറയുമ്പോഴേക്കും ഒരു 100 ദിവസം കഴിയുമ്പോഴേക്കും ആ ക്യാപിറ്റൽ എവിടെ എത്തും സാറിന് അറിയാവോ? 10 ലക്ഷത്തിനടുത്തെത്തോ? നമ്മുടെ മൈൻഡ് താങ്ങില്ല. അത്രയും ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ശേഷിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് പ്രോഫിറ്റ് ഒക്കെ നേടാൻ പറ്റില്ലെന്നല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. നേടാൻ പറ്റില്ലെന്നല്ല, സാറ് ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ ക്യാപിറ്റൽ അത്രയും വളരുമ്പോഴേക്കും ആ ക്യാപിറ്റൽ ഉപയോഗിച്ചുള്ള ട്രേഡ് എടുക്കുമ്പോഴേക്കും വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സാറിന് താങ്ങാൻ പറ്റില്ല. അപ്പോ അത് ഫോക്കസ് ചെയ്യാതിരിക്കുക. തൽക്കാലം ഒരു 3 മാസത്തേക്ക് ക്യാപിറ്റൽ ചെറുതായിട്ട് ഒരു 35,000 രൂപയിലേക്ക് വളർത്തുക. എന്നിട്ട് ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ടിട്ട് 1.5-2 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ടിട്ട് അങ്ങ് പൊക്കോ. അത് സാറിനെ കൂടെ നേടാൻ പറ്റും. കാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ശരി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ ആ ഉദ്ദേശിച്ച, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇപ്പൊ എവിടെ നിൽക്കുന്നു, നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ എവിടെ എത്തണം എന്നുള്ള നമ്മുടെ കാൽക്കുലേഷൻ, ആ ഉദ്ദേശത്തിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് 100%. ഇപ്പൊ ഫാറൂഖ് സാർ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഫാറൂഖ് സാർ തന്നെ പറഞ്ഞു, അത് ആ ഒരു എക്സാമ്പിൾ കൊണ്ട് തന്നെയാണ് ഫാറൂഖ് സാറിനോട് പറഞ്ഞത് അത് ലക്ഷ്യമിടരുത് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഫാറൂഖ് സാർ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. 25,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നു. അത് ദിവസം 10%, 2,500 രൂപ ഈസി ആയിട്ട് നേടുന്നതാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ട്രേഡിൽ തന്നെ ചിലപ്പോൾ 2,500 രൂപ എടുക്കും. എന്നിട്ട് അടുത്തൊരു ട്രേഡ് എടുത്തുകൊണ്ട് വീണ്ടും അത് 2,000, 3,000 എടുത്തിട്ട് ഒരു ദിവസം 7,000, 8,000 രൂപയ്ക്ക് ക്യാപിറ്റലിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ എന്റെ സൗണ്ട് പോയോ? എന്റെ സൗണ്ട് പോയോ? താങ്ക് യു. അപ്പോ ഈ രീതിയിൽ പോകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തും. പക്ഷേ ആ മൈൻഡ് സെറ്റ് മതിയാവില്ല. അതായത് 100 ദിവസം കൊണ്ട് ചിലപ്പോൾ 2.5 ലക്ഷം രൂപ, അതൊന്നല്ല കാൽക്കുലേറ്റ് ചെയ്ത് ഒത്തിരി വലിയൊരു സംഖ്യയായിട്ട് മാറും. അപ്പൊ 2.5 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 ദിവസത്തിനുള്ളിൽ 25,000 ക്യാപിറ്റൽ ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിക്ക് 2.5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഹാൻഡിൽ ചെയ്യുന്ന മൈൻഡ് സെറ്റുകളിലേക്ക് മാറാൻ സാധിക്കില്ല. അത്രയും ചേഞ്ചസ് 100 ദിവസം കൊണ്ട് മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ശേഷി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ കുറച്ച് ദിവസം 10-15 ദിവസം കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കും. പിന്നീടുള്ള 2 ദിവസം കൊണ്ട് ക്യാപിറ്റൽ വളരുന്നതോറും വരുന്ന പ്രോഫിറ്റും ലോസിലും വ്യത്യാസം വരുന്നതുകൊണ്ട് അത് താങ്ങാൻ പറ്റാതെ വലിയ ലോസ് നമുക്ക് വരുത്തി വെക്കുകയും ചെയ്യും. അത് ഒഴിവാക്കിയേ പറ്റൂ. അപ്പോ ഇപ്പൊ ഉള്ള കണ്ടീഷൻ എവിടെ നിൽക്കുന്നു, ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, ടാർഗറ്റ് എന്താണ്, ഇതിലേക്കുള്ള ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിലെ സെഷൻസിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് അത് കവർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കിട്ടണം ഇപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതിനുശേഷം ഈ ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യം നമ്മളിൽ നിന്ന് മാറ്റം വരണം, ആ മാറ്റം എങ്ങനെയാണ് മാറ്റം വരാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ആ ടാർഗറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വെറുതെ ക്ലാസ് എടുത്തു പോയത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ സങ്കല്പിച്ചുകൊണ്ടോ ഒന്നും അവിടെ എത്തില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തത് സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ, അതിനുശേഷം നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ നമ്മൾ എവിടെ എത്തണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ പ്ലസ് പോയിന്റുകളും നമ്മളുടെ മൈനസ് പോയിന്റുകളും കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്, എന്റെ മൈൻഡ് സെറ്റ് വീക്ക് ആവുന്നത്, ഇത് നിർബന്ധമായിട്ടും തിരിച്ചറിയുക. കാരണം എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ്, ഉദാഹരണം ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുമ്പോൾ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് നേരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞു ആ വലിയ ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം അത് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോ നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, ചിലർക്ക് അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ ഇൻട്രാഡ് ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ആയിരിക്കും.
സ്റ്റോക്കുകൾ കണ്ടെത്താനും എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. ചിലർക്ക് അത് ഓപ്ഷൻസിലായിരിക്കും, ചിലർക്ക് ഫ്യൂച്ചറിലായിരിക്കും, ചിലർക്ക് ഓപ്ഷൻ സെല്ലിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഇൻട്രാഡ ചെയ്യാനേ താല്പര്യം ഉണ്ടാവില്ല, ഇൻട്രാഡ ചെയ്യാൻ വലിയ എന്താ പറയുന്നത് വലിയ സ്കിൽ ഉണ്ടാവില്ല. ചിലർക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് നല്ല സ്കില്ലായിരിക്കും, എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അത്ര വലിയ സക്സസ് ആകുന്ന ആൾക്കാരായിരിക്കില്ല. ചിലർക്ക് ഇത് രണ്ടുമായിരിക്കില്ല, ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആയിരിക്കില്ല. ഇതിലൊക്കെ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ അഗ്രഗണ്യന്മാരായിരിക്കും. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോട്ട് ചെയ്യുക. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോട്ട് ചെയ്യുക. എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുള്ള പോലെ തന്നെ സ്ട്രെങ്ത്, നമ്മളുടെ ശക്തി, നമ്മളുടെ വൈദഗ്ധ്യമുള്ള മേഖലയിൽ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് കൂടുതൽ വൈദഗ്ധ്യം നേടുക എളുപ്പമാണ്. നമ്മുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ നമുക്ക് കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത്തും വൈദഗ്ധ്യം നേടാനായിട്ട് കഴിയും. പക്ഷേ നമുക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത വീക്ക്നെസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമുക്ക് വൈദഗ്ധ്യം ഇല്ലാത്ത മേഖലയിൽ അധികം പണിയെടുക്കരുത്. കാരണം സാധാരണ എല്ലാവരും പറയും നമുക്ക് എവിടെയാണോ നമുക്ക് കഴിവില്ലാത്തത് അവിടെ കഴിവ് ആർജിക്കാൻ പറയും. പക്ഷേ ഞാൻ നേരെ തിരിച്ചേ പറയുള്ളൂ. കാരണം ഇതിന് കഴിവ് എവിടെയാണോ, നമുക്ക് വൈദഗ്ധ്യം എവിടെയാണോ കുറവ് അവിടെ അധികം പണി എടുക്കരുത്. കാരണം നമ്മുടെ ടൈം, മണി, എഫർട്ട് ഇത് മൂന്നും ഏറ്റവും അധികം കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വീക്ക്നെസ്സിൽ പണിയുക എന്നുള്ളത്. അതായത് നമുക്ക് എവിടെയാണോ വീക്ക് ആയിട്ടുള്ള നമ്മുടെ ഭാഗം ആ ഭാഗത്ത് കൂടുതൽ നമ്മൾ സ്ട്രെങ്ത് ആർജിക്കാൻ ശ്രമിക്കുന്നതോറും നമ്മുടെ ടൈം, മണി, എഫർട്ട് വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിന്റെ ഒരു 10% അല്ലെങ്കിൽ 25% പ്രയത്നം മതി നമ്മുടെ സ്ട്രെങ്ത്തിൽ കൂടുതൽ നമുക്ക് പരിശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ആർജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മുടെ പ്ലസ് പോയിന്റുകളും വീക്ക്നെസ്സുകളും, നമ്മുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്സും, അതുപോലെ തന്നെ നമ്മുടെ വൈദഗ്ധ്യമുള്ള ഏരിയകളും നമ്മൾക്ക് വൈദഗ്ധ്യം കുറഞ്ഞ ഏരിയകളും, ഇത് രണ്ടും നോട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഹോംവർക്ക് ആയി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്യുമ്പോഴാണ് നമ്മളുടെ യാത്ര തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തത്, അല്ലെങ്കിൽ ഇനിയും ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം നമുക്കൊരു പിക്ചറിലേക്ക്, നമുക്കൊരു ചിത്രമായിട്ട്, നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് എത്താൻ ഇത് രണ്ടും നോട്ട് ചെയ്യണം. എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് എത്തണം, ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവരെ നിർബന്ധമായിട്ടും ഇത് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് തുടങ്ങാം. അതായത് ഇപ്പൊ ഉദാഹരണം എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാനിപ്പോ ശരാശരി ഒരു മാസം ഇപ്പൊ ഫാറൂഖ് സാറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കും. ഫാറൂഖ് സാറ് പോയിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഫാറൂഖ് സാറിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫാറൂഖ് സാർ മൈക്കൊന്ന് ഓണാക്കിയിട്ട് വരണ്ടല്ലോ. അദ്ദേഹം ഇപ്പൊ ശരാശരി ഒരു 25,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു. ഈ 25,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് ശരാശരി 1 ലക്ഷം മുതൽ 1.25 അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ മന്ത്ലി പ്രോഫിറ്റ് എടുക്കാൻ ശരാശരി പോട്ടെ ഒരു 75,000 മുതൽ 1 ലക്ഷം രൂപ വരെ മന്ത്ലി പ്രോഫിറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു ടാർഗറ്റ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ 25,000-ൽ നിന്നും 2 ലക്ഷത്തിലേക്കോ 5 ലക്ഷത്തിലേക്കോ എത്തിക്കണം എന്നുള്ളതും, അത് മന്ത്ലി ശരാശരി ഒരു 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ നമുക്ക് പ്രോഫിറ്റ് നേടണം എന്നുള്ളതും ആയിരിക്കണം അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഇനി അദ്ദേഹത്തിന്റെ അടുത്തൊരു സാധനം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈങ്ങിലാണ് അദ്ദേഹത്തിന് സ്കില്ലുള്ളത്. അപ്പോ ഈ ഓപ്ഷൻ ബൈങ്ങില് കുറച്ചും കൂടെ സ്കിൽ ആർജിക്കണം. അതായത് ഇപ്പൊ 4 ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 10 ലോട്ടിട്ട് ഇപ്പൊ 4 ലോട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതേ ലാഘവത്തോടെ 10ഓ 15ഓ ലോട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷി ആർജിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ സെല്ലിംഗ് ഒരു താല്പര്യമില്ല. ഫ്യൂച്ചർ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള റിസ്ക് കൂടുതലാണ്. ഇവിടങ്ങളിലൊന്നും പണിയെടുക്കണ്ട. ഫ്യൂച്ചർ പഠിക്കാനോ ഫ്യൂച്ചറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാനോ ശ്രമിക്കേണ്ട, ഓപ്ഷൻസിൽ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫാറൂഖ് സാർ ഇനി കുറച്ചും കൂടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എക്സാമ്പിൾ ഞാൻ അദ്ദേഹത്തിന് എടുത്ത് പറയുന്നത് മാത്രമേ, അദ്ദേഹം ഇനി കുറച്ച് ഒരു സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ ഇക്വിറ്റിയിലും നല്ല സ്റ്റോക്കുകളുടെ ഓപ്ഷനും കൂടെ ചെയ്യാൻ പഠിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഫുൾ ടൈം മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ഉദ്ദേശിച്ച ഇപ്പൊ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ ക്യാപിറ്റൽ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് മാസം ഒരു 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ള ആ ലെവലിലേക്ക് അദ്ദേഹത്തിന് വളരാനായിട്ട് അദ്ദേഹം ആദ്യം വേണ്ടത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ലോട്ട് സൈസ് കൂട്ടിയാലും അദ്ദേഹത്തിന് ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ ആ ട്രേഡുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും വേണ്ടിയിട്ട് കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെച്ച് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രോത്തിൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോക്ക് ഓപ്ഷൻസിൽ അദ്ദേഹം കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ ചെറിയൊരു ഭാഗം അദ്ദേഹത്തിന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും കൂടെ മാറ്റി വെക്കണം. കാരണം നമ്മൾ ലോങ് ടൈം, അതായത് ദീർഘകാലത്തേക്ക് നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും സ്വിംഗ് ട്രേഡിംഗിൽ നിന്നും ഇൻട്രാഡേയിൽ നിന്നും
ഒക്കെ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യാൻ, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാൻ അത്ര ധൈര്യമില്ല എങ്കിൽ പതുക്കെ ഈ വരുന്ന മാസങ്ങളിലൂടെ ഒരു 3000-5000 രൂപ ക്യാപിറ്റൽ വരുന്ന രീതിയിൽ മാത്രം ഓരോ സ്റ്റോക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യുക. ആ സ്റ്റോക്ക് ഓപ്ഷൻ എടുക്കുക. ഇപ്പൊ ഇന്ന് ശരൺ സാർ എടുത്തൊക്കെ നമ്മൾ കണ്ടാണ് എയർടെലിനകത്ത്. ഇന്ന് നമുക്ക് എല്ലാവരുടെ മുമ്പിൽ എയർടെൽ അവസരം തന്നാണ്. എയർടെൽ എന്ന സ്റ്റോക്കിൽ നമ്മൾ ഇന്നൊരു ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു 3000-5000 രൂപ പ്രോഫിറ്റ് ഒരു ലോട്ടിൽ തന്നെ ഇന്ന് തന്നെ വന്നേനെ. അത്രയ്ക്ക് നല്ലൊരു മൂവ്മെന്റ് ആണ് എയർടെലിന്റെ ഓപ്ഷൻ നമുക്ക് ഇന്ന് തന്നിരുന്നത്. അതുപോലെ ഇടയ്ക്ക് അദ്ദേഹം ഒരു ട്രേഡ് എടുത്ത് നോക്കുന്നു, ഒരു 3000 അല്ലെങ്കിൽ 5000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുത്ത് നോക്കുന്നു. എന്നിട്ട് ആ ട്രേഡ് പ്രോഫിറ്റിലോ ലോസിലോ എക്സിറ്റ് ചെയ്തതിനു ശേഷം അതിനെ വിശകലനം ചെയ്യുന്നു, അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. എന്താണ് ഈ എൻട്രി എടുക്കാൻ ഞാൻ ഫോളോ ചെയ്ത മാനദണ്ഡം? എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ഓപ്ഷൻ എൻട്രി എടുത്തു? എന്തുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തു? ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിക്കുമ്പോഴേക്ക് കുറച്ച് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഫാറൂഖ് സാർ ആ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗിലും അത്യാവശ്യം സ്കിൽ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഇൻട്രാഡേ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ ചെറിയൊരു ഭാഗം സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും മാറ്റി വെച്ചിട്ട് അതിലൂടെയും ഒരു സ്കിൽ ആർജിച്ച് മീൻസ് അതിലൂടെയും നല്ല വരുമാനം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പേ എത്തിയിരിക്കണം. അതുകൂടാതെ തന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇപ്പൊ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻ ബൈയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു 20%, ഫാറൂഖ് സാർ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഒരു 20% അദ്ദേഹം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ ക്ലാസ്സിലെ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ സിലബസിനകത്ത് വ്യക്തമായിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഓരോ ദിവസവും ഒരു 10 മുതൽ 20% വരെ അദ്ദേഹം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്കായിട്ട് മാറ്റിവെക്കണം. അത് എക്സിറ്റ് മീൻസ് അത് നമുക്കൊരു ലോങ് ടൈം പതുക്കെ വലിയൊരു ക്യാപിറ്റലായിട്ട് അത് വളർന്നിട്ടുണ്ടാവും. വലിയൊരു ക്യാപിറ്റലായിട്ട് അത് വളർന്നിട്ടുണ്ടാവും. അപ്പോ ആ രീതിയിലാണ് ഫാറൂഖ് സാർ അടുത്തൊരു സാമ്പത്തിക വർഷത്തിലേക്ക് അദ്ദേഹം വളരേണ്ടത്. ആ രീതിയിലാണ്. ഇപ്പൊ നിൽക്കുന്നിടത്ത് മാത്രമല്ല നിൽക്കേണ്ടത്. നമുക്ക് വലിയ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ മാറ്റം നമ്മളിലേക്ക് വരണം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഫാറൂഖ് സാറിന്റെ ശൈലിക്ക് അനുസരിച്ച് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും അതുപോലെ സ്വിംഗ് ട്രേഡിംഗ് അതായത് ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി അദ്ദേഹം മാറാൻ തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ അദ്ദേഹം ഏർപ്പെടണം. ഇത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ മാറ്റത്തിനായിട്ട് പരിശ്രമിക്കേണ്ടത്. ഈ രീതിയിലായിരിക്കണം മാറ്റത്തിനായിട്ട് പരിശ്രമിക്കേണ്ടത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടല്ല, അതായത് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഇത് വ്യക്തമായിട്ടുള്ള പിക്ചറോടെ ആയിരിക്കണം നാളത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സമയമില്ലായ്മയുണ്ടാവും, സാഹചര്യമില്ലായ്മയുണ്ടാവും, എനിക്കത് പറ്റിയില്ല, എനിക്കത് മനസ്സിലായില്ല, എനിക്കത് കേട്ടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ടാവും. ഈ എക്സ്ക്യൂസുകളൊന്നും നമ്മുടെ മാറ്റത്തിന് ഒരു രീതിയിലുള്ള സഹായം ചെയ്യില്ല. തുനിഞ്ഞിറങ്ങുക, അതുപോലെ തന്നെ നേടിയിട്ട് നമ്മൾ തിരിച്ചു കയറാവൂ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് തന്നെ ഇറങ്ങുക. അതിനാദ്യം വേണ്ടത് നമ്മളെ അറിയണം, നമ്മൾ എവിടെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയണം, അതിന് എന്തുമാത്രം മാറ്റം നമ്മളിൽ വരുത്തണം എന്നറിയണം. ആ മാറ്റത്തിനായിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. ആ മാറ്റമാണ് ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഓരോ നിമിഷവും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോ നിമിഷവും നമ്മൾ അവനവനോട് ആത്മാർത്ഥമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അവനവനോട് ആത്മാർത്ഥമാവാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമ്മൾ പിന്നെ എക്സ്ക്യൂസുകളോട് പിറകെ പോകുന്ന ഒരാളാണ്. അവനവനോട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ? അതാണ് തോമസ് സാർ എപ്പോഴും പറയുന്നത്. ചെയ്യുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. പകുതി മനസ്സോടുകൂടി നിൽക്കരുത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒരു മേഖല നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഇതുപോലൊരു മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഇല്ല. ആരോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണും വർക്ക് ചെയ്യുന്ന ഒരു വിരലും ബ്രെയിനും മാത്രം വർക്ക് ചെയ്തില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അപ്പോ അതിന് ആദ്യം വേണ്ടത് സ്കിൽ ആഴ്ചയെടുക്കാനുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വൈദഗ്ധ്യം നേടിയെടുക്കാനുള്ളതാണ്. ഇവിടെ 2-3 മെസ്സേജുകൾ വന്ന് കണ്ടു. ഏതാണ് ഇൻട്രാഡേ ചെയ്യാൻ നല്ല സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള 4-5 സ്റ്റോക്ക് പറയാമൊക്കെ. ഇതൊക്കെ കണ്ടെത്തേണ്ടത് എന്റെ ജോലിയല്ല, നിങ്ങളുടെ ജോലിയാണ്. ഇത് എങ്ങനെ കണ്ടെത്തണമെന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ പഠിക്കും.
ഈ ഇൻട്രാഡേക്ക് വേണ്ട സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തണം, ലോങ് ടൈമിന് വേണ്ട സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തണം, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തണം, ഇങ്ങനെ സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളുടെ ക്ലാസ്സിലൂടെ പഠിക്കുന്നു. അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അത് എന്റെ ജോലിയല്ല, എന്നെ ഏൽപ്പിക്കേണ്ട, എനിക്ക് വേറെ ജോലി ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. കാരണം പ്രധാനമായിട്ടും ഇനി ഓരോ ദിവസവും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ട, പരിവർത്തനത്തിന് വേണ്ട, മാറ്റത്തിന് വേണ്ട കാര്യങ്ങളിലേക്കാണ് ഇനി ഞാൻ കൂടുതൽ കിടക്കുക. എന്റെ ട്രേഡ് പോലും ഈ സെഷൻ അവസാനിക്കുന്നത് വരെ എന്റെ ട്രേഡ് പോലും ഞാൻ നിർത്തിവെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു ലക്ഷ്യമായിട്ടാണ് ഇത് നിങ്ങൾ കാണുന്നത്. അത്ര വലിയൊരു ലക്ഷ്യമായിട്ടാണ്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല, പക്ഷെ നമ്മളോടൊപ്പം ഉള്ള കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്, അതായത് നമ്മുടെ ഈ ഒരു സിലബസ് അവസാനിക്കുന്നത് വരെ എന്റെ പേഴ്സണൽ ട്രേഡ് പോലും ഞാൻ നിർത്തിവെക്കാൻ പോകും. ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നാൽ എടുക്കുന്നുണ്ട്. അതായത് ഇൻട്രാഡേ ട്രേഡ് ഞാൻ മാറ്റി വെക്കാൻ പോകണം. കാരണം എനിക്ക് കൂടുതൽ ഫോക്കസ് ഈ ഒരു കാര്യത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോ ഇനി വരുന്ന ഈ സിലബസുകളിലൂടെ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ട കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ കണ്ടന്റുകൾ വീണ്ടും പറയുന്നു, അതത് ദിവസം നോട്ട് ചെയ്ത് വെക്കുക. അതത് ദിവസം ആപ്പിനകത്തുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് അതിനായിട്ട് പരിശ്രമിച്ചേ മതിയാകൂ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മാസ്റ്റേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ക്ലബിൽ ഇല്ലാത്തവരാണെങ്കിൽ SMT വന്നവരാണെങ്കിലും ശരി, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. ആ വരുമാനം ഉണ്ടാക്കേണ്ട കാര്യം നിങ്ങളുടെ മാത്രം കയ്യിലാണ് ഇരിക്കുന്നത്, മറ്റാരുടെയും കയ്യിലല്ല. നിങ്ങൾക്ക് വരുമാനം നേടേണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മാത്രം കയ്യിലാണുള്ളത്. അതിന്റെ ഗൈഡൻസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോ നിങ്ങളുടെ കൈകളിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള നേട്ടം നിങ്ങളുടെ കൈകളിലേക്ക് മാത്രമേ എത്തിച്ചേരുള്ളൂ, മറ്റൊരാളിലേക്കും എത്തിച്ചേരില്ല. അപ്പോ അതിന് വേണ്ട കാര്യങ്ങൾ ഈ ക്ലാസ്സുകളിലൂടെ കിട്ടും. അവിടെ ഒരു രീതിയിലുള്ള ഉപേക്ഷയും വിചാരിക്കേണ്ട, അലസതയും വേണ്ട. കഠിന പരിശ്രമത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ട്. ഒരു സംശയക്കാര്യത്തിലുള്ള കഠിന പരിശ്രമത്തിന്റെ ദിവസങ്ങൾ തന്നെ. ഒരുപക്ഷെ നിങ്ങൾ പരിശ്രമിക്കുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും ഞാൻ പരിശ്രമിക്കേണ്ടി വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അധികം ആളുകളുടെ ആ റിപ്പോർട്ടുകളും ഡീറ്റെയിൽസുകളും ഒന്ന് ഓടിച്ചു നോക്കണമെങ്കിൽ പോലും എത്ര സമയം വേണ്ടി വരും എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇത് മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവരോട് മാത്രമാണ് ഈ ഒരു വാക്ക് പറയുന്നത്. ഒരു കാരണവശാലും മാസ്റ്റേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാനൊക്കെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി സാർ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ക്ലാസ്സിൽ അത് പറഞ്ഞാൽ ശരിയാവില്ല. മാസ്റ്റേഴ്സ് ക്ലബിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ മെസ്സേജ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ എനിക്ക് അയക്കേണ്ട. ഈ സിലബസ് തീരുന്നത് വരെ ഓരോ കാര്യം, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഗ്രൂപ്പിൽ തന്നെ, അതായത് നമ്മുടെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഗ്രൂപ്പിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരു വലിയ ലക്ഷ്യത്തിനായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. അത് എല്ലാവരും അറിയട്ടെ, പരസ്പരം അറിഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോവാം. അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട, ഒരു മടിയും വിചാരിക്കേണ്ട. നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും നോക്കണം. ഇപ്പൊ ആ ഗ്രൂപ്പിനകത്ത് ഡിസ്കഷൻസ് കുറച്ചുകൂടെ കൂടട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കണ്ടു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കണ്ടു, ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു, ആ എക്സ്പ്ലനേഷൻ, ആ ഒരു സിസ്റ്റം നമുക്ക് ശരിയായിട്ട് തോന്നിയില്ലെങ്കിൽ എന്തുകൊണ്ട് എടുത്തു എന്ന് നിങ്ങൾ ഓരോരുത്തരും വടിയെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അത് ചോദിക്കുന്നത്. അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ നമ്മൾക്ക് സ്വയം പഠിക്കാനും വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മോണിറ്റർ ചെയ്യണം. ഓരോ സ്ക്രീൻഷോട്ടുകളും ഓരോ എക്സ്പ്ലനേഷൻസും നിങ്ങൾ ഓരോരുത്തരും മോണിറ്റർ ചെയ്യണം. ആ മോണിറ്ററിങ് അവരുടെ, ഉദാഹരണം, നിങ്ങളിൽ ഒരു 10 പേരുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഗുണകരമാവുകയാണത്. കാരണം അവർക്കും അത് കൂടുതൽ കാര്യം പഠിക്കാൻ സാധിക്കുന്നു. അപ്പോ ഇനി വരുന്ന ഈ സിലബസ് അവസാനിക്കുന്ന വരെയുള്ള ദിവസം കൊണ്ട് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ എന്തായിരുന്നോ അതിന്റെ ഒരു 25% ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ എന്തായിരുന്നോ അതിന്റെ ഒരു 25% ഗ്രോത്ത് ഒറ്റയടിക്ക് ഈ സിലബസ് അവസാനിക്കുന്ന ദിവസങ്ങളിലേക്കുള്ള വരാൻ പോകുന്നത്. പക്ഷെ അത് വരണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. മാസ്റ്റേഴ്സ് ക്ലബിലുള്ളവർ മാത്രമല്ല, എല്ലാവരുടെയും കയ്യിലിരിക്കുന്നു. അവനവന്റെ കാര്യങ്ങൾ, ഐ മീൻസ് മാർക്കറ്റിനെ പറ്റിയുള്ള നമ്മൾ വേറെ ഒന്നുമല്ല, പേഴ്സണൽ കാര്യങ്ങളൊന്നുമല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളും ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ ഇന്ന് എങ്ങനെ എടുത്തു, എന്തെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അതത് ദിവസം ഓരോരുത്തർ ഗ്രൂപ്പുകളിലും ഡിസ്കഷനുകൾ നടക്കുമ്പോൾ നമ്മൾ സ്വയം വളരുന്നു. മറ്റുള്ളവരിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും വളരുന്നു. അതിനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാവണം. നമ്മൾ സ്വാർത്ഥരായിട്ടിരിക്കരുത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇതൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, ഇത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ കയറുമ്പോൾ നിർബന്ധമായിട്ടും പേപ്പറും പേനയും എടുക്കുക. അതോടൊപ്പം തന്നെ ആരെ വേണേലും ഏത് നിമിഷം വേണേലും വിളിക്കും.
അവരുടെ എക്സ്പ്ലനേഷൻസ് ട്രേഡിങ്ങിനെ പറ്റി മാത്രമല്ല, ചിലപ്പോൾ അതല്ലാത്ത ഔട്ട് ഓഫ് സിലബസ് ഉള്ള കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയും. ആ കാര്യങ്ങളിലേക്ക് നിർബന്ധമായിട്ടും മുന്നോട്ട് വന്നേ പങ്കെടുത്തേ മതിയാവൂ. അതിൽ മാറി നിൽക്കരുത്. ഞാൻ കേട്ടില്ല സാറേ, ഞാൻ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് മിണ്ടാൻ അറിയില്ല, എനിക്ക് ആൾക്കാരുടെ ഇടയിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റം തന്നെയാണ്. അതിന് തയ്യാറെടുത്തുകൊള്ളണം. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ടിരിക്കുക, അതുപോലെ തന്നെ ജാഗരൂകരായിട്ടിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ജാഗരൂകരായിട്ടിരിക്കുക. അതുപോലെ ഓരോ എൻട്രി എടുക്കുന്നതും, ഇപ്പൊ നാളത്തെ കാര്യത്തിന്റെ മുമ്പിൽ, നാളത്തെ ഈ ടാസ്കിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ ട്രേഡ് എടുക്കുമ്പോഴും എന്തുകൊണ്ട് ഇവിടെ എനിക്ക് ഈ എൻട്രി ഞാൻ എടുക്കണം, എന്തുകൊണ്ട് ഈ ട്രേഡ് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യണം, ഈ ചോദ്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിനോട് ചോദിക്കണം. അപ്പൊ അനാവശ്യമായ ട്രേഡിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ ഒരു കാര്യം, നാളെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ വൈകുന്നേരത്തെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇന്നത്തെ പോലെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ആ ടാസ്ക് അടുത്തൊരു ദിവസത്തേക്ക് മാറ്റും. അതല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയം ചോദിക്കുക തന്നെ വേണം, എന്തുകൊണ്ട്? തോമസ് സാർ ചേർന്ന ചോദ്യം, വൈ നോട്ട്, എന്തുകൊണ്ടില്ല? അപ്പോ അടുത്ത ഒരു സാമ്പത്തിക വർഷം, ഈ വരുന്ന ഒരു സാമ്പത്തിക വർഷം നമ്മളുടെ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിൽക്കുന്നതിന്റെ ഇരട്ടിയെങ്കിലും ഉള്ള ഒരു മാറ്റത്തോടു കൂടി ആയിരിക്കണം അവസാനിക്കേണ്ടത്. അതിന് എക്സ്ക്യൂസുകൾക്ക് സ്ഥാനമില്ല. തയ്യാറായേ പറ്റൂ, എടുത്തേ പറ്റൂ. എനിക്കറിയാം ഇവിടെ മാസം കോടികൾ വരുമാനം നേടുന്ന ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, മറ്റ് ബിസിനസ്സിലൂടെ ആണെങ്കിലും കോടികൾ വരുമാനം നേടുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഡബിൾ ആയിരിക്കണം അടുത്ത സാമ്പത്തിക വർഷത്തേക്ക്. ആ മേഖലയിൽ നിന്നോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ എവിടെയെങ്കിലും അതിന്റെ ഡബിൾ ആയിരിക്കണം. ഒന്നേ ഉള്ളൂ, അതിന്റെ ഡബിളിലേക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ നമ്മൾ മതിയാവില്ല, നമ്മൾ മാറിയേ മതിയാവൂ. ആ മാറ്റത്തിനായിട്ട് തയ്യാറായേ മതിയാവൂ.